സ്നേഹിച്ചാൽ പോരാ, ഇത്രമാത്രം ആരാധിച്ചാൽ പോരാ, ഇനിയും അവിടുത്തെ ഞാൻ സ്നേഹിക്കണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹം നിറവേറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടൊരിക്കൽ കൂടി പറയാം, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമഹിമയുള്ള പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. അനന്തമായി കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് മുന്നൊരുക്കമായി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന വിഷയം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഷാലോം ടി വിയുടെ പ്രേക്ഷകർ ലോകമെങ്ങും ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്കൊരു ഉൾക്കാഴ്ച ദൈവം തരികയാണ്. എന്താണ് ദൈവം തരുന്നത്? ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനത്തിൻ്റെ വരം, വിവേചനത്തിൻ്റെ വരം, ഡിസേൺമെൻറ്റ്. ഞാൻ പറഞ്ഞു, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം നമ്മൾ പാപത്തിൽ വീഴാൻ, ജീവിതത്തിൽ തകർച്ചകളിലേക്ക് വീഴാനുള്ള സാധ്യത, അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മുൻ അറിവുകളാണ്. നമ്മുടെ തലയിലേക്ക് കയറ്റി വച്ചിരിക്കുന്ന അറിവുകൾ. ഇതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം നമുക്ക് കിട്ടിയാൽ, വചനബന്ധിതമായ ജീവിതത്തെ വിലയിരുത്താൻ നമുക്കായാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകും. അതുകൊണ്ട് ഈ ധ്യാനങ്ങളിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവെ, വിവേചനത്തിൻ്റെ വരം തരണമേ, ബുദ്ധി തെളിയുവാൻ, ജ്ഞാനം തെളിയുവാൻ കൃപ തരണമേ. ഇന്ന് നമ്മൾ പാടിയതുപോലെ, കർത്താവെ, ഇത്രമേൽ സ്നേഹിച്ചാൽ പോരാ, ഇത്രമേൽ പ്രാർത്ഥിച്ചാൽ പോരാ, ഇത്രമേൽ ആരാധിച്ചാൽ പോരാ, കൂടുതൽ കൂടുതൽ നിന്നെ സ്നേഹിക്കണം. ഈ ലോകത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, വളരെ നോമിനലായി മിനിമം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. പ്രാർത്ഥനയുടെ കാര്യമാകാം, ദൈവം കൊടുത്ത കഴിവുകളുടെ കാര്യമാകാം, പഠിത്തത്തിൻ്റെ കാര്യമാകാം. മിനിമം ഒരു 40 മാർക്ക് പരാപരം ജയിച്ചാൽ മതി, ഞാനിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. നോമിനൽ ക്രിസ്ത്യൻസ്, നാമമാത്ര ക്രിസ്ത്യാനികളെന്നാണ് ഇവരെ വിളിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ചുരുക്കം സാഹചര്യങ്ങൾ കൊണ്ട്, പരിമിതികൾ കൊണ്ട്, ഒരു ദാരിദ്ര്യാരൂപി കൊണ്ടല്ല, മറിച്ച് മടി കൊണ്ട്, അലസത കൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ നാമമാത്ര ക്രിസ്ത്യാനികൾ. സ്വർഗത്തിൽ പോകാൻ മിനിമം മതി. ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, അച്ഛാ, സിനിമ കണ്ട സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? സിനിമ കണ്ടാൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ പോവുകയും വേണം, സിനിമ കാണുകയും വേണം. അപ്പോൾ ഈ മിനിമം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതി. അതാണ് നാമമാത്ര ക്രിസ്ത്യാനികൾ. എന്നാൽ ബൈബിളിൽ പഠിപ്പിക്കുന്ന ഉശിരുള്ള, ജീവനുള്ള, തീക്ഷ്ണതയുള്ള, എരിവുള്ള ക്രിസ്ത്യാനികളുണ്ട്. ഫുൾ ടൈമേഴ്സ്, സമർപ്പണത്തിൻ്റെ നെറുകയിൽ എത്തിയവർ. നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. ഒന്നുകിൽ ജസ്റ്റ് ഇൻവോൾവായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി ജീവിക്കാം. ബൈബിൾ നമുക്ക് വളരെ സൂക്ഷ്മമായ പാഠങ്ങളിലൂടെ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടാണോ, ഫുൾ ടൈം ക്രിസ്ത്യാനികളായിട്ടാണോ ജീവിക്കാൻ ആഗ്രഹം? വിവേചനത്തിൻ്റെ വരം പരിശുദ്ധാത്മാവ് തരുമ്പോൾ നമുക്ക് കുറേ കൂടി കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിലൂടെ സഞ്ചരിക്കാം. കായൻ്റെയും ആബേലിൻ്റെയും ജീവിതം. കായൻ കർത്താവിന് ബലിയർപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം. മനസ്സിലാക്കണം, കായൻ വിജാതീയനല്ല, കായൻ ദൈവത്തെ അറിയാത്തവനല്ല. ആദാമിൻ്റെ മക്കളാണ്, ദൈവത്തെ അറിഞ്ഞവരുടെ മക്കളാണ്, ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിച്ചവരുടെ മക്കളാണ്. അപ്പോൾ ഈ കായൻ ബലിയർപ്പിച്ചു, ആബേലും ബലിയർപ്പിച്ചു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കായൻ്റെ ബലിദൈവം നിരാകരിച്ചു, ആബേലിൻ്റെ ബലിദൈവം സ്വീകരിച്ചു. സൺഡേ സ്കൂളിലൊക്കെ ഒരു പക്ഷേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് കായൻ എലി കരണ്ടതും പാറ്റ തിന്നതുമായ ഫലമൂലാദികൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് ദൈവം അത് നിരാകരിച്ചത് എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പാഠം ബൈബിളിലില്ല. കായൻ ബലി അർപ്പിച്ചപ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കായൻ
ദൈവത്തിന് തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം കാഴ്ചവെച്ചു. ആൻ ഓഫറിങ്, തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം, ആൻ ഓഫറിങ്. എന്നാൽ ആബേലാകട്ടെ തൻ്റെ ആടുമാടുകളുടെ ഏറ്റവും കൊഴുപ്പുള്ള ഭാഗം കർത്താവിന് കാഴ്ചവെച്ചു. ദ ബെസ്റ്റ് ഓഫറിങ്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും കാരണമായത്. നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു പോർഷൻ, നാമമാത്രമായൊരു പോർഷൻ, നമ്മളൊക്കെ കാണിക്കയിടുന്നത് പോലെ ആ 10 രൂപ ഒരുപാടുണ്ടെങ്കിലും ഒരു 10 രൂപ അത് ദൈവത്തിന്. ഈ നാമമാത്ര കായൻ അവൻ്റെ കാഴ്ചയുടെ ഒരു ഭാഗം കാഴ്ചവെച്ചു, ആൻ ഓഫറിങ്. എന്നാൽ ആബേൽ ബെസ്റ്റ് ഓഫറിങ്, അവനുണ്ടായിരുന്നതിൻ്റെ ഏറ്റവും നല്ലത് കാഴ്ചവെച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റുമുള്ള ആളുകളുടെ സ്വഭാവം. സ്നേഹമുള്ള ഈശോയുടെ മുമ്പിൽ നമ്മൾക്ക് ഒരു വിവേചനത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് ഉണ്ടാകണം. കഷ്ടിച്ച് ഒരു കൊന്ത ചൊല്ലി ജീവിക്കുന്നവർ, കഷ്ടിച്ച് ഞായറാഴ്ച 50 മിനിറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കി സമയം മുഴുവനും സ്വന്തം കാര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഓടി നടക്കുന്നവർ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ മതി, ഒരു മിനിമം കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി, ഇതുകൊണ്ടൊന്നും യാതൊരു അർത്ഥവുമില്ല, വെറുതെ സമയം മെനക്കെടുത്താനാണ് ഈ ആത്മീയതകളും പള്ളിപ്പോക്കുകളും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അങ്ങനെ അല്പം ഇവിടെ അല്പം അവിടെ എന്നൊക്കെ കരുതി അല്പങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ വലയിലകപ്പെടുമെന്ന് ഏശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നുണ്ട്. അല്പം അവിടെ അല്പം ഇവിടെ, അങ്ങനെ അവർ പിറകോട്ട് മറിഞ്ഞ് വലയിലകപ്പെടുകയും തകരുകയും ചെയ്യും. ഈ അല്പം കൊണ്ട് ജീവിക്കുന്നവരൊക്കെ വീണുപോകും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ജീവിതത്തിൽ കുറച്ച് പ്രാർത്ഥനകൾ കൊണ്ട്, കുറച്ച് ദൈവവിചാരം കൊണ്ട് രക്ഷപ്പെടും എന്ന് കരുതരുത്. ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഒരു ഫുൾ ടൈമറാകുവാൻ വിളിക്കപ്പെട്ടവനാണ്. ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നാം എന്തുമാത്രം കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമായി മാറുന്നുണ്ട്. ഞാൻ മലങ്കര കത്തോലിക്ക ആരാധനാക്രമത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾക്കൊരു പ്രത്യേക ശുശ്രൂഷയുണ്ട്, കുരിശ് കുമ്പിടിയിൽ ശുശ്രൂഷ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ തിരുശരീരം മുത്തുന്നതിന് പകരമായിട്ടാണത്. അപ്പോൾ ഈ കുരിശ് കുമ്പിടുക എന്നുള്ളത് മാത്രമാണ് ഒരു വർഷത്തെ അവൻ്റെ ഏക ആത്മീയത. അങ്ങനെ അതിനുവേണ്ടി മാത്രം വരുന്നവരുണ്ട്. അങ്ങനെ കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി മാത്രം, ഉയിർപ്പിന് പോലും വരില്ല. അത് വേറൊരു അവസ്ഥയിലാകുകയാണ് അദ്ദേഹം. അപ്പം ഇങ്ങനെ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് കുറേ കൂടി ആഴമുള്ള ഒരു ക്രിസ്ത്യാനിയാകാനുള്ള വിളിയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് 40% മാത്രം മാർക്ക് വാങ്ങിക്കുന്നെങ്കിൽ ഏതൊരപ്പനായിരിക്കും ഇഷ്ടപ്പെടുക? ആ മോനെ മതി, നീ 40 വാങ്ങിച്ചല്ലോ എന്നാരെങ്കിലും പറയുമോ? നമ്മുടെ കുഞ്ഞ് ഏറ്റവും മികച്ചത്, ഏറ്റവും മുന്തിയത്, ഉന്നതമായ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാ, 100-ൽ 100. അങ്ങനെയെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ജീവിതത്തിൽ മിനിമം കൊണ്ട് തൃപ്തിപ്പെടില്ല എന്ന് നാം അറിയണം. നമ്മുടെ പിതാവാണവൻ. നമ്മുടെ മക്കളാകുന്ന നമ്മൾ മിനിമം കൊണ്ട് ജീവിക്കാൻ ഉള്ളവരല്ല. നമുക്ക് നെറുകയിലെത്താൻ ഒരു വിളിയുണ്ട്. അതുകൊണ്ടാണ് മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും എന്നൊരു വേർതിരിവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും. ദൈവത്തെ സേവിക്കുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണപ്പെടുമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ കൂടി ആഴമുള്ള ഒരാത്മീയത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 3:5 പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, അന്ത്യനാളുകളിൽ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തുന്ന, അതിൻ്റെ ചൈതന്യം നിഷേധിക്കുന്ന അനേക ആളുകൾ പ്രത്യക്ഷപ്പെടും. അന്ത്യനാളുകളിൽ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കുന്ന അനേകർ പ്രത്യക്ഷപ്പെടും. അവരിൽ നിന്ന് നമ്മൾ മാറി നടക്കണം. ഈശോയുടെ പ്രാർത്ഥന അതല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം
9-10 വാക്യങ്ങൾ. അപ്പാ, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അപ്പാ, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെയോ അവിടെയോ അല്പം മാത്രം കൊണ്ട് ജീവിക്കാനുള്ളവരല്ല. ഈശോ ആഗ്രഹിക്കുന്നു, അപ്പാ, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാ, അങ്ങയുടേതെല്ലാം എൻ്റേതും. ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വളരാനായിട്ട് ഈശോ നമ്മെ സഹായിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്നോ കരങ്ങൾ കൂപ്പിയോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവെ, കുറേ കൂടി മെച്ചമാകാൻ, കുറേ കൂടി സമർപ്പണ ബുദ്ധിയെ ജീവിക്കാൻ, കുറേ കൂടി ആഴമുള്ള ആത്മീയത ഉണ്ടാകാൻ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മീയ മണ്ഡലങ്ങളിൽ തളർന്നു കിടക്കുന്നവരുണ്ടെങ്കിൽ, ജീവിത വഴികളിൽ വാടി തളരുന്നവരുണ്ടെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടണം. കർത്താവേ, ഞാൻ ബത്സയിദയിലെ കുളക്കരയിൽ തളർന്നു കിടക്കുന്നവനെ പോലെ കിടക്കുകയാണ്. നിൻ്റെ ഒരു കരസ്പർശം കൊണ്ട് എന്നെ ജീവിപ്പിക്കണമേ. കുറേ കൂടി എന്നെ തന്നെ സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. തളർച്ചകൾ മാറ്റണമേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ആശ്വാസമാകുന്നവൻ ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ഞങ്ങൾ വിലപ്പെട്ടതായി കാണുന്നു. അതിൽ ഉറ്റുനോക്കിയിരിക്കുവാൻ, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി പ്രചോദിതരാകുവാൻ, നിരന്തരം അങ്ങയുടെ മുഖം അന്വേഷിക്കുവാൻ, നിരന്തരം അങ്ങയുടെ സ്നേഹം തിരയുവാൻ, അങ്ങയോട് അടുത്തിടപെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എരിവ് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ കർത്താവെ തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തരണമേ. അങ്ങയുടെ വചനത്തിൽ ആഴപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളിൽ വ്യാപരിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങ് പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ഒരു എരിവ് തരണമേ. എൻ്റെ ഹൃദയത്തിൽ ഒരു തീക്ഷ്ണത തരണമേ. എൻ്റെ ഹൃദയത്തിൽ കർത്താവെ പൂർണ്ണമായൊരു സമർപ്പണത്തിന് എന്നെ യോഗ്യനാക്കണമേ. കർത്താവെ, ഇവിടെ അല്പം അവിടെ അല്പം എന്ന കണക്കെയല്ല, പൂർണ്ണമായി അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കാൻ ഒരു സമർപ്പണം എനിക്ക് തരണമേ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും പ്രാർത്ഥിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനുതുക ജീവദായക ജീവനാളമാ എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ.
സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഒരിക്കൽ എൻ്റെ പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുമ്പോൾ അങ്ങയാകുന്ന അടിത്തറമേൽ പുല്ലുകൊണ്ടോ വൈക്കോലുകൊണ്ടോ കർത്താവെ ഇരുമ്പ് കൊണ്ടോ സ്വർണം കൊണ്ടോ തടി കൊണ്ടോ ഒക്കെ വീട് പണിയുന്നവൻ അഗ്നിക്കിരയാകുമ്പോൾ എല്ലാ വീടുകളും അഗ്നിയാൽ പരിശോധിക്കപ്പെടുമ്പോൾ നിലനിൽക്കുന്ന ഒരു വീടായി എൻ്റെ ജീവിതം മാറുവാൻ തീക്ഷ്ണതയോടെ അങ്ങേക്കൂട്ട് അധ്വാനിക്കാൻ സഹായിക്കണമേ. പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടുമല്ല കർത്താവെ, തടി കൊണ്ടുമല്ല, മറിച്ച് സ്വർണം കൊണ്ട് വീട് പണിയുന്ന ഒരു തീക്ഷ്ണതമാനായ അങ്ങയുടെ പൈതലായി എന്നെ മാറ്റണമേ. എൻ്റെ ജീവിതത്തിൽ അങ്ങെനിക്ക് തന്നിരിക്കുന്ന ആത്മീയ മണ്ഡലത്തെ, ആത്മമണ്ഡലത്തെ അങ്ങയുടെ വെളിപാടുകൾ കൊണ്ട്, ആത്മനിറവ് കൊണ്ട്, ശക്തി കൊണ്ട്, വചനം കൊണ്ട് അവിടുന്ന് ആഴപ്പെടുത്തണമേ. സ്വരമുയർത്തി കരങ്ങളടിച്ച് ആത്മാവിനോട് പ്രാർത്ഥിക്കാം. പാപം നീതി ന്യായ വിധി ബോധമേകുവാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. പാപം നീതി ന്യായ വിധി ബോധമേകുവാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ വചനത്തിൽ ഇങ്ങനെ അരുളി ചെയ്തു, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധമായ ശുശ്രൂഷകളിൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. തിരുസഭയിലെ എല്ലാ പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ, സമർപ്പിതരെ, പ്രേക്ഷിത വേലയ്ക്കായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിരവധി തവണ അങ്ങയുടെ അങ്ങിലേക്ക് കരങ്ങൾ നീട്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ തരുന്ന കർത്താവെ, അവിടുത്തെ പരിശുദ്ധമായ ഒരു തീക്ഷ്ണത ഈ മേഖലകളിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ. ഈ കാലഘട്ടത്തിൽ മന്ദത കൂടാതെ, പിന്മാറ്റങ്ങളില്ലാതെ, മടുപ്പ് കൂടാതെ കർത്താവെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ എരിവ് നൽകണമേ. പ്രാർത്ഥിക്കുന്നു. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. കൃപയുടെ ആത്മാവേ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആമേൻ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, അവിടുത്തെ ആത്മശക്തി എൻ്റെ ജീവനിൽ ഹൃദയത്തിൽ നിറയട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുകരങ്ങളും ഉയർത്തി ഈശോയെ ഒരിക്കൽ കൂടി ആരാധിക്കാം. ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവേ, അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരം ഞങ്ങളുടെ നെറുകയിൽ വയ്ക്കണമേ. ഉണർത്തണമേ, തട്ടി ഉണർത്തണമേ. ദേശത്ത് ഒരു പുതിയ കാറ്റ്, ഒരു ഉണർവിൻ്റെ കാറ്റ് നൽകണമേ. അനേക ധ്യാന കേന്ദ്രങ്ങളെ അവിടെ തട്ടി ഉണർത്തണമേ കർത്താവേ. അനേക കുടുംബങ്ങളെ അവിടെ തട്ടി ഉണർത്തണമേ കർത്താവേ. അനേക യുവജനങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, ജീവൻ നൽകി രക്തസാക്ഷികളായി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ, അങ്ങ് യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ ഉണർത്തണമേ. ദൈവ വിളികൾ ഉയരണമേ കർത്താവേ. സന്യസ്തരായി, വൈദികരായി,
സന്യാസികളായി അങ്ങയുടെ നാമത്തിന് സേവ ചെയ്യുവാൻ, അങ്ങയുടെ നാമത്തെ ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തിക്കുവാൻ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാൻ വിശുദ്ധരായ വൈദികരെ സന്യസ്തരെ സമർപ്പിതരെ അങ്ങ് ഒരുക്കണമേ. കർത്താവിൻ്റെ ആത്മാവേ, ഒരു വലിയ കാറ്റ്, ഒരു അഗ്നിക്കാറ്റ് ദേശത്തയക്കണമേ. ദേശത്തെ തട്ടി ഉണർത്തണമേ. ഒരു പുത്തൻ ബന്ധുക്കോസ്ത, ഒരു പുതിയ ബന്ധുക്കോസ്ത നൽകണമേ. അനുഗ്രഹിക്കണമേ. ഒരു തീക്ഷ്ണത നൽകണമേ. എല്ലാ മടിയും മന്ദതയുടെയും ദുരാത്മാക്കളെ ആട്ടിപ്പായിക്കുന്നു. അലസതയുടെയും പിന്മാറ്റത്തിൻ്റെയും മയക്കത്തിൻ്റെയും ദുരാത്മാക്കളെ യേശു നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. കർത്താവേ, എരിവോടെ ശുശ്രൂഷിക്കട്ടെ, എരിവോട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആശീർവാദത്തിനായി നമുക്ക് ശിരസ്സുകൾ വണങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.